നമ്മൾ ഇന്നലെ കണ്ടു നിർത്തിയ എൻസൈഫറിംഗ് മെട്രിസസിൻ്റെ ആ ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇന്നും. നമ്മൾ ആദ്യം പറയുന്നത്, എനിക്കൊരു 2x2 മെട്രിക്സ് ഉണ്ട്. അതിൽ എൻട്രീസ് എല്ലാം ഞാൻ നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന റിങ് ആറിൽ നിന്നുള്ളതാണ്. ആർ എന്നുള്ളതൊരു കമ്മ്യൂട്ടേറ്റീവ് റിങ് ആയിരുന്നു. ഞാൻ ഈ മെട്രിക്സിനെ ഒരു കോളം വെക്ടർ xi കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് നമ്മുടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് കിട്ടുന്ന ന്യൂ വെക്ടറിനെ ഞാൻ x', y' എന്ന് നോട്ട് ചെയ്താൽ എനിക്ക് പറയാൻ പറ്റും x', y' എന്നുള്ളത് a b c d ഇൻറ്റു xy ആണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ax പ്ലസ് by cx പ്ലസ് dy എന്നായിരിക്കും. ഇവിടെ എക്സിനെയും വൈനെയും എനിക്ക് രണ്ട് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റി. k1 x1 പ്ലസ് k2 x2 എന്ന് എഴുതാൻ പറ്റി. വൈനെ ഞാൻ k1 y1 എന്നും പ്ലസ് k2 y2 എന്നാണ് എഴുതുന്നത്. വേർ k1 ആൻഡ് k2 ആർ സം സ്കെലാർസ് ഇൻ ദ റിംഗ് R. അങ്ങനെയെങ്കിൽ ഈ k1 x1 പ്ലസ് k2 x2 എന്ന എലമെന്റിനെ എ ബി സി ഡി എന്ന മെട്രിക്സിൽ മൾട്ടിപ്ലൈ കിട്ടുന്ന എലമെന്റ് x' നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ആ x'-നെയും എനിക്ക് k1 x1 ഡാഷ് പ്ലസ് k2 x2 ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യാൻ പറ്റും. k1 y1 പ്ലസ് k2 y2നെ കൊണ്ടുപോകുന്നത്, ഈ മാപ്പ് കൊണ്ടുചെന്നത് k1 y1 ഡാഷ് പ്ലസ് k2 y2 ഡാഷിലേക്കായിരിക്കും. ഇത് നമ്മൾ ലീനിയർ ഓൾജിബ്രയിൽ കാണുന്നുണ്ട്. ലീനിയർ ഓൾജിബ്രയിൽ ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ലീനിയർ മാപ്പ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരേ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മൾ ഓൾ റിയൽ നമ്പേഴ്സ് പറഞ്ഞെങ്കിൽ ഇവിടെ എല്ലാം നമ്മുടെ റിങ് ആറിനകത്തുള്ള ആളുകളായിരിക്കും. എവറിത്തിങ് ഈസ് ഇൻ അവർ റിങ് ആർ റാദർ ദാൻ ഇൻ ദ റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമ്മളൊരു പ്രൊപ്പോസിഷൻ പ്രൂവ് ചെയ്യാൻ പോവാണ്. ആ പ്രൊപ്പോസിഷൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ലെറ്റ് എ ബി സി ഡി ബി എൻ എലമെന്റ് ഓഫ് M2 in Z over NZ, Z over NZ എന്നാണോ. ആൻഡ് ലെറ്റ് ഡി ഈക്വൽ ടു AD മൈനസ് BC. നമ്മുടെ ഡിറ്റർമിനന്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് ഡി എന്നുള്ളത്. ദെൻ ദ ഫോളോവിങ് ആർ ഇക്വലന്റ്. 4 കണ്ടീഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവർ 4 കണ്ടീഷനും ഇക്വലന്റ് കണ്ടീഷൻസ് ആണെന്നാണ്. ഫസ്റ്റ് വൺ, GCD ഓഫ് DN ഈസ് 1. ഡിയും എന്നും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ GCD 1 ആയിരിക്കും എന്നതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് വൺ, എ ഹാസ് ആൻ ഇൻവേഴ്സ് മെട്രിക്സ്. തേർഡ് വൺ, if x and y are not both 0 in Z over NZ, then A of xy not equal to 0, 0. And the fourth one is, A gives a 1, 1 correspondence of Z over NZ square with itself. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് GCD ഓഫ് ഡിയും എന്നും 1 ആണെന്നും, അങ്ങനെയെങ്കിൽ എക്ക് ഒരു ഇൻവേഴ്സ് മെട്രിക്സ് ഉണ്ടാവുമെന്നും, അങ്ങനെയെങ്കിൽ എക്സും വൈയും രണ്ടും ഒരേ സമയം 0 അല്ലെങ്കിൽ മെട്രിക്സ് A ഇൻറ്റു XYയും 0, 0 എന്ന നിലയിലേക്ക് കിട്ടില്ല എന്നും, then A gives a 1, 1 correspondence of Z over NZ square with itself എന്നാണ്. ഇതിനുവേണ്ടി നമ്മൾ പ്രൂവ് ചെയ്യുന്ന രീതി നമുക്കറിയാം. ഒരു ഇക്വലന്റ് റിലേഷൻ പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ 4 കണ്ടീഷൻസ് ഉണ്ട്. ഒരു കണ്ടീഷൻ ഇംപ്ലൈസ് നെക്സ്റ്റ് വൺ, ദെൻ അത് ഇംപ്ലൈസ് നെക്സ്റ്റ് വൺ, അങ്ങനെയാണ് ചെയ്തു പോവുക. നമ്മളിവിടെ ആദ്യത്തെ കേസ് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അതായത് എ GCD ഓഫ് DN 1 ആണെങ്കിൽ എക്ക് ഇൻവേഴ്സ് ഉണ്ടാകും, നമ്മൾ ഇന്നലെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത് രണ്ടും നമുക്കിനി പ്രത്യേകിച്ച് പറയേണ്ടതില്ല, നമ്മൾ കണ്ടതാണ്. അപ്പോൾ എ ഇംപ്ലൈസ് ബി എന്നുള്ളത് ഓൾറെഡി വി ഹാവ് സീൻ ദാറ്റ്. നൗ വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ് B implies D and D implies C and C implies A. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതായത് എക്ക് ഒരു ഇൻവേഴ്സ് മെട്രിക്സ് ഉണ്ട് എങ്കിൽ എ ഒരു 1, 1 കറസ്പോണ്ടൻസ് ആയി Z over NZ സ്ക്വയർ തരുമെന്നും, അങ്ങനെയെങ്കിൽ സി എന്ന കണ്ടീഷൻ, അതെന്താ, എക്സും വൈയും ഒരേ സമയം 0 അല്ലെങ്കിൽ A ഇൻറ്റു XY 0 ആവില്ല എന്നും, അങ്ങനെയെങ്കിൽ GCD ഓഫ് DN 1 ആണെന്നും, ഇങ്ങനെ ഒരു ഇംപ്ലിക്കേഷനാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അത് ഈസിയാണ്. ആദ്യം നമ്മൾ അസ്യൂം ചെയ്യുന്നത് B implies D എന്നാണ്. സോ സപ്പോസ് B holds, which means A has an inverse matrix. എക്ക് ഒരു ഇൻവേഴ്സ് എന്ന് അസ്യൂം ചെയ്യുക. Then A inverse gives the inverse map of x dash y dash to xy. അത് ക്ലിയർ ആണ്. A inverse എന്ന മാട്രിക്സ് കൊണ്ട് x dash y dashനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എക്ക് ഇൻവേഴ്സിന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. x dash y dashനെ A inverse കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ xy കിട്ടുള്ളൂ എന്നതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. വിച്ച് മീൻസ് A gives a 1, 1 correspondence of Z over NZ square with itself. ഇനി നമ്മൾ അടുത്ത് പ്രൂവ് ചെയ്യുന്നത് ഇഫ് D holds. അതിനർത്ഥം A gives a 1 to 1 correspondence of Z over NZ square with itself എന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, XY എന്നുള്ളത് 0, 0 അല്ലാന്നിരിക്കട്ടെ. നമുക്കറിയാം A gives a 1 to 1 correspondence ആണ്. നമ്മൾ ലീനിയർ ഓൾജിബ്രയിൽ പഠിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ശരിക്കും ഇവിടെ പറയുന്നത്. XY not equal to 0, 0 ആണെങ്കിൽ A ഇൻറ്റു XY
ഇസ് നോട്ട് ഈക്വൽ ടു എ ഇൻറ്റു 0 0 എന്ന് പറയാം. ഓക്കെ, ഇഫ് എക്സ് വൈ നോട്ട് ഈക്വൽ ടു 0 0, എക്സ് വൈയുടെ വാല്യൂ 0 0 അല്ലെങ്കിൽ then a into xy is not equal to a into 0 0. a into 0 0 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 0 ആയിരിക്കും. സോ ഇഫ് എക്സ് ആൻഡ് വൈ ആർ നോട്ട് ബോത്ത് 0 0, രണ്ടും 0 അല്ലെങ്കിൽ a into xy നമുക്ക് 0 0 എന്ന് കിട്ടില്ല. അപ്പോൾ നമുക്ക് ചിന്തിക്കാം എയിലെ എലമെൻറ്റ്സ് 0 ആയാൽ പോരെ എന്ന്. അതായത് എക്സും വൈയും 0 അല്ല, എയിലെ എലമെൻറ്റ്സ് എല്ലാം 0 ആണെന്നിരിക്കട്ടെ, ഡി എന്ന വാല്യൂ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ a into xy 0 ആവണമെങ്കിൽ എക്സും വൈയും ഒരേ സമയം 0 ആയേ പറ്റുള്ളൂ. ലാസ്റ്റ് പ്രൂഫ് നമുക്കിനി പ്രൂവ് ചെയ്യാനുള്ളത്, നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ബി ഇംപ്ലൈസ് ഡി എന്നും ഡി ഇംപ്ലൈസ് സി എന്നുമാണ്. നമുക്കിനി പ്രൂവ് ചെയ്യാനുള്ളത് സി ഇംപ്ലൈസ് എ ആണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺട്രാ പോസിറ്റീവ് മെത്തേഡാണ്. ഐ ഹോപ്പ് യു നോ കോൺട്രാ പോസിറ്റീവ് മെത്തേഡ്. സി ഇംപ്ലൈസ് എ എന്ന് പ്രൂവ് ചെയ്യാൻ ആദ്യം നമ്മൾ എ ഈസ് നോട്ട് ട്രൂ എന്ന് അസ്യൂം ചെയ്യും, എന്നിട്ട് സി ട്രൂ അല്ല എന്ന് കാണിക്കും. സോ ഇഫ് എ ഈസ് ഫോൾസ് ദെൻ സി ഈസ് ഫോൾസ് എന്ന മെത്തേഡാണ് കോൺട്രാ പോസിറ്റീവ്. അത് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സി ഇംപ്ലൈസ് എ. അപ്പോൾ നമ്മുടെ എ എന്നുള്ളത് ജി സി ഡി ഓഫ് ഡി എൻ 1 ആണെന്നാണ്. ഐ സപ്പോസ് ജി സി ഡി ഓഫ് ഡി എൻ ഈസ് എം വിച്ച് ഈസ് ഗ്രേറ്റർ ദൻ 1. അപ്പോൾ ജി സി ഡി 1 അല്ല എന്ന അസംഷനാണ്. അങ്ങനെയെങ്കിൽ എനിക്കൊരു എം ഡാഷ് ഡിഫൈൻ ചെയ്യാൻ പറ്റും, ഇറ്റ്സ് ഈക്വൽ ടു എൻ ബൈ എം. ജി സി ഡി ഓഫ് ഡി എൻ, എന്നിൻ്റെ ഒരു ഡിവൈസറാണ് എം എങ്കിൽ എൻ ബൈ എമ്മിന് എനിക്ക് എം ഡാഷ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമ്മൾ 3 കേസാണ് കാണുന്നത്. ഫസ്റ്റ് കേസിൽ ഓൾ എൻട്രീസ് ഓഫ് എ ആർ ഡിവിസിബിൾ ബൈ എം. എയിലുള്ള എല്ലാ എലമെൻസും എല്ലാ എൻട്രീസും എം കൊണ്ട് ഡിവിസിബിൾ ആണ്. അങ്ങനെ എനിക്ക് എ ഇങ്ങനെ എഴുതാം. എയിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് എ ബി സി ഡി ആയിരുന്നെങ്കിൽ ഞാൻ അതിനൊന്ന് ചേഞ്ച് ചെയ്ത് എ ഡാഷ് എം, ബി ഡാഷ് എം, സി ഡാഷ് എം, ഡി ഡാഷ് എം എഴുതി. വിച്ച് മീൻസ് ഓൾ ആർ മൾട്ടിപ്പിൾസ് ഓഫ് എം ഓർ ഡിവിസിബിൾ ബൈ എം. ഞാൻ എക്സ് വൈനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എം ഡാഷ് ആണ്. അതായത് എക്സ് ഈക്വൽ ടു എം ഡാഷ് ആണ്, വൈ ഈക്വൽ ടു എം ഡാഷ് ആണ്. അങ്ങനെയെങ്കിൽ എ ഇൻറ്റു എക്സ് വൈ എന്നുള്ളത് എ ഡാഷ് എം, ബി ഡാഷ് എം, സി ഡാഷ് എം, ഡി ഡാഷ് എം ഇൻറ്റു എം ഡാഷ് എന്നാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഡാഷ് എം ഇൻറ്റു എം ഡാഷ് പ്ലസ് ബി ഡാഷ് എം ഇൻറ്റു എം ഡാഷ്, സി ഡാഷ് എം ഇൻറ്റു എം ഡാഷ് പ്ലസ് ഡി ഡാഷ് എം ഇൻറ്റു എം ഡാഷ് എന്ന് കിട്ടുക. ഇവിടെ നമുക്ക് എം ഇൻറ്റു എം ഡാഷ്, നമ്മൾ എം ഡാഷ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എൻ ബൈ എം എന്നാണ്. സോ എം ഇൻറ്റു എം ഡാഷ് എന്നുള്ളത് എൻ ആയിരിക്കും. സോ ദിസ് ഈസ് എ ഡാഷ് എൻ പ്ലസ് ബി ഡാഷ് എൻ. ഡിനോമിനേറ്ററിലും എം ഡാഷ് എന്നുള്ളത് എൻ ആയിരിക്കും. സോ സി ഡാഷ് എൻ പ്ലസ് ഡി ഡാഷ് എൻ എന്നാണ് ഇവിടെ കിട്ടുക. മോഡുലോ എൻ ആയതുകൊണ്ട് എ ഡാഷ് എൻ പ്ലസ് ബി ഡാഷ് എൻ, സി ഡാഷ് എൻ പ്ലസ് ഡി ഡാഷ് എന്നിൽ എൻ കോമൺ എടുത്താൽ എ ഡാഷ് പ്ലസ് ബി ഡാഷ് ഇൻറ്റു എന്ന് കിട്ടും, വിച്ച് വിൽ ബി 0 അണ്ടർ മോഡുലോ എൻ. ഓൾസോ സി ഡാഷ് എൻ പ്ലസ് ഡി ഡാഷ് എന്നിലും എൻ കോമൺ എടുത്താൽ ദാറ്റ് വിൽ ബി ഓൾസോ 0 അണ്ടർ മോഡുലോ എൻ. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയത് എനെ 0 0 അല്ലാത്ത ഒരു വെക്ടർ എം ഡാഷ് എന്ന വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 0 0 കിട്ടി, വിച്ച് കോൺട്രഡിക്ട്സ് അവർ പോയിന്റ് സി. സി പറഞ്ഞിരിക്കുന്നത് എക്സും വൈയും 0 ആയാൽ മാത്രമേ 0 ആവാൻ പാടുള്ളൂ എന്നാണ്. പക്ഷേ ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകും. സോ വി ആർ ഗോയിങ് ടു കേസ് 2. നമ്മൾ ആദ്യത്തെ കേസിൽ പറഞ്ഞത് ഓൾ എൻട്രീസ് ഓഫ് എ ആർ ഡിവിസിബിൾ ബൈ എം എന്നാണ്. നമ്മളിവിടെ പറയുന്നത് ഇഫ് എ ആൻഡ് ബി ആർ നോട്ട് ബോത്ത് ഡിവിസിബിൾ ബൈ എം. എ എന്ന മെട്രിക്സിൽ ആദ്യത്തെ ഫസ്റ്റ് റോയിൽ 2 എലമെന്റ്സ് എം കൊണ്ട് ഡിവിസിബിൾ അല്ല എന്നാണ് നമ്മൾ എടുക്കുന്നത്. സോ നമ്മളിവിടെ എക്സ് വൈ എന്നുള്ളത് മൈനസ് ബി എം ഡാഷ് എ എം ഡാഷ് എന്നെടുത്താൽ എ ഇൻറ്റു എക്സ് വൈ ദറ്റ് ഈസ് എ ബി സി ഡി ഇൻറ്റു മൈനസ് ബി എം ഡാഷ് എ എം ഡാഷ് വിൽ ബി ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് ബി എം ഡാഷ് വിച്ച് മീൻസ് മൈനസ് എ ബി എം ഡാഷ് പ്ലസ് എ ബി എം ഡാഷ്. സെക്കൻഡ് റോയിൽ മൈനസ് സി ബി എം ഡാഷ് പ്ലസ് എ ഡി എം ഡാഷ് എന്ന് വരും. ന്യൂമറേറ്റർ നമുക്കറിയാം 0 ആയിപ്പോൾ ക്യാൻസൽ ആയിപ്പോൾ, മൈനസ് എ ബി എം ഡാഷും മൈനസ് ബിസും ക്യാൻസൽ ആയിപ്പോൾ. ഡിനോമിനേറ്റർ നമുക്ക് കിട്ടിയിരിക്കുന്നത് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് മൈനസ് സി ബി പ്ലസ് എ ഡി എന്നുള്ളത് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡി ആണ്. സോ മൈനസ് സി ബി പ്ലസ് എ ഡി ഇസ് ഡി ഇൻറ്റു എം ഡാഷ് ദാറ്റ് ഈസ് ഡി എം ഡാഷ്. ഡി എം ഡാഷിൽ എം ഡാഷ് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു എൻ ബൈ എം ആണ്. സോ ദാറ്റ് ഈസ് ഡി ഇൻറ്റു എൻ ബൈ എം. അപ്പോൾ ഈ വെക്ടർ ഫസ്റ്റ് എലമെന്റ് 0 ആണ്, സെക്കൻഡ് എലമെന്റ് ഡി ഇൻറ്റു എൻ ബൈ എം ആണ്. ബട്ട് വി ഹാവ് ഓൾസോ സീൻ ദാറ്റ് എം എന്നുള്ളത് ജി സി ഡി ഓഫ് ഡി എൻ ആയിരുന്നു, വിച്ച് മീൻസ് ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് ഡി ആൻഡ് എൻ. എന്നിന്റെ ഡിവൈസർ ആയിരിക്കും ഡിയുടെ ഡിവൈസർ ആയിരിക്കും. സോ യു ക്യാൻ സീ ദാറ്റ് ഹിയർ എം ഡിവൈഡ്സ് ഡി. സോ ഡി ബൈ എം ഇൻറ്റു എൻ എന്നുള്ളത് വീണ്ടും എം മൾട്ടിപ്പിൾ ഓഫ് എൻ ആയി മാറും. ദാറ്റ് ഇസ് ഓൾസോ 0. അപ്പോൾ ഈ കേസിലും എ ഇൻറ്റു എക്സ് വൈ എന്നുള്ളത് 0 ആവുന്നുണ്ട്. ബട്ട് എക്സ് വൈ ഈസ് നോട്ട് ബോത്ത് 0. എക്സും വൈ ഒരുമിച്ച് 0 ആവുന്നില്ല. പക്ഷെ ഇവിടെ ആൻസർ 0 കിട്ടുന്നുണ്ട്, വിച്ച് ഓൾസോ അഗെയിൻ എ കോൺട്രഡിക്ഷൻ ടു അവർ കണ്ടീഷൻ സി. തേർഡ് കേസിൽ ഇഫ് സി ആൻഡ് ഡി ആർ നോട്ട് ബോത്ത് ഡിവിസിബിൾ ബൈ എം. സിയും ഡിയും നമ്മൾ തൊട്ട് മുമ്പ് കണ്ടത് എയും ബി ആയിരുന്നു, ഇവിടെ സിയും ഡി എടുക്കുകയാണ്. ബോത്ത് നോട്ട് ഡിവിസിബിൾ ബൈ എം എന്നാണ് എടുക്കുന്നത്.
സോ ഞാൻ എക്സ് വൈക്ക് ഇവിടെ ഡി എം ഡാഷ് മൈനസ് സി എം ഡാഷ് എന്ന വാല്യൂ കൊടുക്കുകയാണ്. സോ എ ഇൻറ്റു എക്സ് വൈ എന്നുള്ളത് എ ബി സി ഡി ഇൻറ്റു ഡി എം ഡാഷ് ഇൻറ്റു മൈനസ് സി എം ഡാഷ് എന്ന് വരും. എ ഇൻറ്റു ഡി എം ഡാഷ് മൈനസ് സി ഇൻറ്റു ബി എം ഡാഷ്, സെക്കൻഡ് റോയിൽ എലമെൻറ്റ് സി ഇൻറ്റു ഡി എം ഡാഷ് മൈനസ് സി ഇൻറ്റു ഡി എം ഡാഷ്. ഈ ടേംസ് ക്യാൻസൽ ആയി പോകും. ഫസ്റ്റ് റോയിൽ ഡി എം ഡാഷും താഴെ 0 ആണ്. സോ ഡി എം ഡാഷ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടു കഴിഞ്ഞു 0 ആയിരിക്കും എന്നുള്ളത് മോഡൽ എന്നിൽ. സോ 0 0 വീണ്ടും കിട്ടും, വിച്ച് ഇസ് അഗെയിൻ എ കോൺട്രഡിക്ഷൻ ടു അവർ കണ്ടീഷൻ സി. സോ ബൈ മെത്തേഡ് ഓഫ് കോൺട്രാ പോസിറ്റീവ് വി ക്യാൻ സേ ദാറ്റ് സി ഇംപ്ലൈസ് എ. അപ്പോൾ നമ്മൾ 4 പോയിന്റ്സ് ആണ് കണ്ടത്. അപ്പോൾ പൊസിഷനിൽ there GCD of Dn is 1, then A has an inverse matrix. If x and y are not both 0 in Z over nz, then A into xy not equal to 0 0, then A gives a 1 1 correspondence of Z over n square with